സുന്ദരിയായ ഭാര്യയും രണ്ട് മക്കളുമുള്ള ബോസ്. അത്യാവശ്യം വലിയ കുടുംബമാണ് ബോസിന്റേത്. എന്നാൽ ഈ ബോസ് ഭാര്യയായ നന്ദിത അറിയാതെ നീന എന്ന പെണ്ണുമായിട്ട് ബന്ധമുണ്ടാക്കുകയാണ്. പലതവണയും ആരും അറിയാതെ നീനയ്ക്കെടുത്ത് പോയി ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടും. ഒരിക്കൽ ഭാര്യയായ നന്ദിതയ്ക്ക് ഒരു മെസ്സേജ് വരികയാണ്. അതും ഒരു പ്രൈവറ്റ് നമ്പറിൽ നിന്നും. അത് നീനയുടെയും ബോസിന്റെയും പ്രണയ ലീലകളടങ്ങിയ ഒരു വീഡിയോ ആയിരുന്നു. ആ വീഡിയോ കണ്ടതും ഭാര്യയായ നന്ദിത ഞെട്ടിപ്പോവുകയാണ്. പിന്നീട് എന്ത് സംഭവിച്ചു എന്നൊക്കെ അറിയണ്ടേ? ഇവരുടെ ബന്ധത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്ന ഹലോ എന്ന 2017 റിലീസായ ബംഗാളി സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. കഥ തുടങ്ങുമ്പോൾ കൊൽക്കത്തയിലെ ഒരു വലിയ ഫാമിലിയാണ് കാണിക്കുന്നത്. കൊൽക്കത്തയിൽ ദുർഗാപൂജ നടത്തുകയാണ്. ഇങ്ങനെയുള്ള വലിയ ഫാമിലിയൊക്കെ ദുർഗാപൂജ നടക്കുന്ന സമയം ദുർഗാദേവിയെ തങ്ങളുടെ വീട്ടിലേക്ക് പൂജ ചെയ്ത് കൊണ്ടുവന്ന് ഒരാഴ്ചത്തേക്ക് വീട്ടിൽ വെച്ച് ആരാധിക്കാറുണ്ട്. അപ്പോൾ പാട്ടും മേളവും സദ്യയും ഒക്കെയായി വലിയ ആഘോഷമാണ് വീട്ടിൽ നടക്കാറുള്ളതും. അങ്ങനെയുള്ള വലിയ ഫാമിലിയിൽ ഇപ്പോൾ പൂജ നടക്കുവാനായി പോവുകയാണ്. അത് നമ്മുടെ കഥാനായികയുടെ ഫാമിലിയാണ്. നായികയുടെ പേര് നന്ദിത. നന്ദിതയുടെ ഹസ്ബൻഡിന്റെ പേരാണ് ബോസ്. ബോസിന് രണ്ട് സഹോദരങ്ങളുണ്ട്. രണ്ടാമത്തെ സഹോദരൻ വിവാഹം കഴിച്ചിട്ടില്ല. ബോസിന്റെ ഏറ്റവും ഇളയ സഹോദരൻ വിവാഹം കഴിച്ചതാണ്. ഇളയ സഹോദരന്റെ ഭാര്യയുമായിട്ടാണ് നന്ദിത നല്ല കമ്പനിയും. നന്ദിതയ്ക്ക് സ്നേഹനിധികളായ രണ്ട് മക്കളുമുണ്ട്. എന്നാൽ ഒരു വശത്ത് പൂജ നടക്കുന്ന സമയം മറ്റൊരു വശത്ത് നന്ദിതയുടെ ഹസ്ബൻഡായ ബോസ് പോയിരിക്കുന്നതോ ബോസിന്റെ കള്ളക്കാമുകിയായ നീനയെ കാണുവാൻ വേണ്ടിയിട്ട് അവളെ വീട്ടിലേക്കായിരുന്നു. രണ്ടുപേരും അവിടെ വെച്ച് ഫിസിക്കൽ റിലേഷൻഷിപ്പിലൊക്കെ ഏർപ്പെടുന്നുണ്ട്. നീന എപ്പോഴും പറയും നന്ദിതയെ ഡിവോഴ്സ് ചെയ്തിട്ട് തന്നെ വിവാഹം കഴിക്കണമെന്ന്. പക്ഷേ ബോസിന് അതിന് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാൽ നീനയാണെങ്കിൽ തമാശയ്ക്ക് അവളുടെ കയ്യിലുണ്ടായിരുന്ന ലിപ്സ്റ്റിക് വെച്ച് ബോസിന്റെ മുതുകത്താണെങ്കിൽ ഹലോ എന്ന് എഴുതുന്നു. നീ എന്തിനാ തമാശയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അത് നന്നായിട്ട് മായ്ച്ചു കളയണേ. നന്ദിത എങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇതാകെ പ്രശ്നമാകുമെന്നും ബോസ് പറയുന്നു. ഞാൻ വീട്ടിലേക്ക് പോവുക, പൂജ തുടങ്ങുവാനായിട്ട് സമയമായി. നന്ദിത എന്നെ കാത്തിരിക്കുന്നുണ്ടായിരിക്കുമെന്ന് പറഞ്ഞ് ബോസ് പോകുവാനായി ഇറങ്ങുന്നു. എന്നാൽ മറ്റൊരു വശത്ത് പൂജയ്ക്ക് വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോവുകയായിരുന്നു നന്ദിതയും ഇളയ സഹോദരന്റെ ഭാര്യയും. അതേസമയം നന്ദിതയുടെ ഫോട്ടോ ആരോ എടുക്കുകയാണ്. അത് കണ്ടത് ഇളയ സഹോദരന്റെ ഭാര്യയായിരുന്നു. ചേട്ടത്തി, ചേട്ടത്തിയുടെ ഫോട്ടോ ആരോ എടുത്തല്ലോ എന്ന് പറഞ്ഞ് ഇളയ സഹോദരന്റെ ഭാര്യ ഫോട്ടോ എടുത്തവരെ നന്ദിതയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. നന്ദിത അവരെ കണ്ടെന്ന് മനസ്സിലാക്കിയതും അവരവിടെ നിന്ന് ബൈക്കും എടുത്ത് പോവുകയാണ് ചെയ്തത്. നന്ദിത അത് വലിയ കാര്യമാക്കിയില്ല. വീട്ടിലേക്കെത്തി പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയായിരുന്നു. അതേസമയം നന്ദിതയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും. അവളത് ഓപ്പൺ ആക്കി നോക്കുന്ന സമയത്ത് ഒരു വീഡിയോ ആയിരുന്നു. വീഡിയോ സത്യത്തിൽ ബോസിന്റെയും നീനയുടേതുമാണ്. പക്ഷേ ബോസിന്റെ മുഖമാണെങ്കിൽ വ്യക്തമാകുന്നില്ല. തന്റെ ഭർത്താവായിരിക്കുമോ എന്ന സംശയം അവൾക്കുണ്ടാകുന്നു. മാത്രമല്ല ആ ഒരു പുരുഷന്റെ മുതുകത്ത് ഹലോ എന്ന് എഴുതിയിരിക്കുന്നതും അവൾ കാണുന്നുണ്ട്. അതും ലിപ്സ്റ്റിക് വെച്ച്. നന്ദിതയ്ക്ക് നല്ല സംശയം. പക്ഷേ മുഖം വ്യക്തമാകാത്തത് കൊണ്ട് തന്നെ ഇത് തന്റെ ഭർത്താവാണോ അല്ലയോ എന്ന സംശയവും അവൾക്കുണ്ട്. അതേ സമയമായിരുന്നു ബോസ് വീട്ടിലേക്ക് എത്തുന്നത്. പൂജയ്ക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് മാറുവാനായി പോകുന്ന സമയം ബോസ് ആണെങ്കിലോ തന്റെ ഡ്രസ്സൊക്കെ അഴിച്ചു മാറ്റുകയാണ്. അതേസമയം നന്ദിതയും അവിടെ ഉണ്ടായിരുന്നു. നന്ദിതയ്ക്കാണെങ്കിൽ നല്ല സംശയമാണ്. പക്ഷേ തന്റെ ഭർത്താവാണെന്ന് ഉറപ്പല്ലാത്തത് കൊണ്ട് തന്നെ ചോദിക്കുവാനും മടി. അതേ സമയമായിരുന്നു ബോസിന്റെ മുതുകത്ത് ഹലോ എന്ന് എഴുതിയിരുന്നത് മായ്ച്ച പാടവൾ കാണുന്നത്. എന്നാലും ലിപ്സ്റ്റിക്കിന്റെ ചെറിയ അടയാളങ്ങളൊക്കെ പറ്റിയിരിക്കുന്നതായിട്ടും അവൾ ശ്രദ്ധിക്കുന്നു. അതോടുകൂടി അവൾക്കുറപ്പായി ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് തന്റെ ഭർത്താവാണെന്ന്. നന്ദിത അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു, അതാ ലേറ്റ് ആയതെന്നും ബോസ് കള്ളം പറയും. അത് കേട്ട് നന്ദിതയ്ക്ക് വല്ലാതെ ദേഷ്യം വരും. എന്തിനാ കള്ളം പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് നിങ്ങൾ കരുതിയോ? ആരായി പെണ്ണെന്ന് പറഞ്ഞ് നന്ദിതയാണെങ്കിലോ തന്റെ മൊബൈലിൽ വന്ന വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. അതോടുകൂടി ബോസ് ഞെട്ടിപ്പോവുകയാണ്. ഇതെങ്ങനെ ഇവൾക്ക് കിട്ടിയെന്നതായിരുന്നു ബോസിന്റെ ചിന്തയും. നിങ്ങൾക്ക് വിവാഹം കഴിച്ച് ജീവിക്കണമല്ലേ എന്ന് പറഞ്ഞിട്ട് മോതിരമൂരി കൊടുത്തിട്ടാണ് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അതേസമയം ബോസിന്റെ അമ്മ ഈ ബഹളമൊക്കെ കേട്ട് എന്താ ഇവിടെ പ്രശ്നമെന്ന് ചോദിക്കുമെങ്കിലും അതിനൊന്നും മറുപടി കൊടുക്കാതെയാണ് നന്ദിത അവിടെ നിന്ന് പോകുന്നത്. ബോസിന് ആകെ കൺഫ്യൂഷൻ. ആരായിരിക്കും നന്ദിതയ്ക്ക് ഈ വീഡിയോ അയച്ചിട്ടുണ്ടാവുക? ഞങ്ങൾ സുരക്ഷിതമായിട്ടല്ലേ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടത്? അവിടെയെങ്ങും സംശയിക്കുന്ന വിധം ആരും തന്നെ ഇല്ലായിരുന്നല്ലോ എന്ന ചിന്തയും ബോസിനുണ്ടാകുന്നു. പുറത്തേക്കിറങ്ങിയ ബോസ് നീനയെ വിളിച്ചിട്ട് നടന്ന കാര്യങ്ങളൊക്കെ നീനയോട് പറയുകയാണ്. നീ
വല്ല വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ വീട്ടിൽ ആരോ ഒളിച്ചിരിക്കുന്നെന്നാ തോന്നുന്നത്. എനിക്ക് പേടിയാകുന്നു. എത്രയും വേഗം ഇവിടേക്ക് വരണമെന്നും നീന പറയുകയാണ്. അങ്ങനെ ബോസാണെങ്കിൽ നീനയുടെ വീട്ടിലേക്കും പോകുന്നുണ്ട്. ബോസും നീനയും ചേർന്ന് അവിടെ മാകെ അരിച്ചു പറക്കിയിട്ടും ക്യാമറയൊന്നും കിട്ടിയതേയില്ല. മാത്രവുമല്ല നീനയുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവരെയൊക്കെ ചോദ്യം ചെയ്യുന്നുമുണ്ട്. പക്ഷെ അവരാരും ഒന്നും ചെയ്തിട്ടേയില്ല. അതേസമയം അനുജന്റെ ഭാര്യ നന്ദിതയ്ക്കടുത്തേക്ക് എത്തുകയാണ്. നന്ദിത സങ്കടപ്പെട്ട് നിൽക്കുന്നത് കണ്ട് എന്താ ചേട്ടത്തി എന്ത് പറ്റിയെന്നും അനുജത്തി ചോദിക്കുന്നു. നടന്ന കാര്യങ്ങളെല്ലാം നന്ദിത അനുജത്തിയോട് തുറന്നു പറയുകയാണ്. അത് കേട്ട് അനുജത്തിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു. ഇതെങ്ങനെ ചേട്ടത്തിക്ക് കിട്ടി? ചേട്ടത്തി വല്ല ഡിറ്റക്റ്റീവിനെ വെച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഒരു പ്രൈവറ്റ് നമ്പറിൽ നിന്നാണ് എനിക്ക് മെസ്സേജ് വന്നതെന്നും നന്ദിത പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആരാണ് വീഡിയോ അയച്ചതെന്ന് നമുക്ക് കണ്ടുപിടിക്കണമെന്നും അനുജത്തി പറയുന്നു. അവർ രണ്ടുപേരും ആളിനെ കണ്ടുപിടിക്കുവാനായും തീരുമാനിക്കുകയാണ്. അതുപോലെ തന്നെ നീനയും ബോസും ആരാണ് നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്ത് നന്ദിതയ്ക്ക് അയച്ചു കൊടുത്തതെന്നും കണ്ടുപിടിക്കുവാനായും തീരുമാനിക്കുന്നു. നന്ദിത ഊരിക്കളഞ്ഞ വിവാഹമോതിരം നീന എടുത്ത് കയ്യിലിടുകയാണ്. ഇനി ഇതെന്തായാലും എനിക്കായിരിക്കുമല്ലോ എന്ന് പറയുമ്പോൾ അത് അവളുടെ മോതിരമാണെന്ന് പറഞ്ഞ് ബോസ് അവളുടെ കയ്യിൽ നിന്നും ആ ഒരു മോതിരം വാങ്ങുന്നു. ഇനി എന്താ പ്രശ്നം? എല്ലാവരും നമ്മുടെ കാര്യം അറിഞ്ഞു കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും നമുക്ക് ഒരുമിച്ച് ജീവിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അതിനെനിക്ക് കഴിയത്തില്ല. എന്റെ മക്കളെയും എന്റെ കുടുംബത്തെയും ഉപേക്ഷിച്ച് എനിക്ക് മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് കഴിയത്തില്ല എന്നും ബോസ് പറയുന്നു. എന്നാൽ മറ്റൊരു വശത്ത് നന്ദിതയുടെ വീടാണ് കാണിക്കുന്നത്. അവിടെ ആഘോഷമൊക്കെ നടക്കുകയായിരുന്നല്ലോ. അപ്പോൾ ബൈക്കിൽ വന്ന ഹെൽമറ്റൊക്കെ ധരിച്ച ഒരാളാണെങ്കിലോ നന്ദിതയുടെ മകളുടെ കയ്യിൽ ഒരു ബൊക്കെ കൊടുത്തിട്ട് പോകുന്നു. മാത്രമല്ല കൂടെ ഒരു ഡയമണ്ട് റിങ്ങുമുണ്ട്. മകൾക്കാണെങ്കിൽ എന്താണ് സംഭവമെന്ന് പിടികിട്ടുന്നതേയില്ല. ഉടനെ തന്നെ ആ ഒരു ബൊക്കയും ഡയമണ്ട് റിങ്ങും അകത്തേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നു. അത് കാണുന്ന വീട്ടുകാർ കരുതിയിരിക്കുന്നത് രാവിലെ ബോസുമായിട്ട് വഴക്കിട്ടില്ലേ, അത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബോസ് വാങ്ങി കൊടുത്തതായിരിക്കുമെന്നാ. എന്നാൽ നന്ദിതയ്ക്കൊരു കാര്യം മനസ്സിലായി. എന്തെന്നാൽ ആ ഒരു മോതിരം എടുത്ത് കയ്യിൽ ഇട്ടു നോക്കിയപ്പോഴോ കറക്റ്റ് അളവല്ലായിരുന്നു. എന്തായാലും ബോസ് ആയിരിക്കില്ല ഈ ഒരു മോതിരം അയച്ചിട്ടുണ്ടാവുക. കാരണം എന്തെന്നാൽ തന്റെ ഭർത്താവിന്റെ കയ്യിൽ താൻ ഇന്ന് രാവിലെ ഊരിയെറിഞ്ഞ വിവാഹമോതിരം ഉണ്ടായിരിക്കാം. അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് മോതിരം വാങ്ങി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു അളവിനായിരിക്കുമല്ലോ മോതിരം വാങ്ങുന്നത്. ഇത് എന്റെ അളവല്ല, മറ്റാരോ ആണ് അയച്ചിട്ടുണ്ടാവുക എന്നും നന്ദിത പറയുന്നു. അങ്ങനെ അതേ സമയത്തായിരുന്നു ബോസ് വീട്ടിലേക്ക് എത്തുന്നത്. ബോസിനെ കാണുന്ന വീട്ടുകാരാണെങ്കിൽ ഭാര്യയോടുള്ള പിണക്കം മാറ്റുവാൻ വേണ്ടിയിട്ട് ഡയമണ്ട് മോതിരമൊക്കെ വാങ്ങിക്കൊടുത്തല്ലോ എന്നൊക്കെ ചോദിക്കുന്നു. ബോസിനാണെങ്കിൽ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നതേ ഇല്ലായിരുന്നു. മാത്രവുമല്ല ഞാൻ ആർക്കും മോതിരമൊന്നും വാങ്ങി കൊടുത്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ബോസ് റൂമിലേക്ക് എത്തുന്നത്. ബോസ് നന്ദിതയ്ക്കടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് വേറെ ആരോ ആയിട്ട് അഫയർ ഉണ്ടല്ലേ? നിനക്കവൻ അയച്ച ഗിഫ്റ്റ് അല്ലേ ആ ഡയമണ്ട് മോതിരം? നിനക്ക് മറ്റൊരു ബന്ധമുള്ളത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഞാനുമായിട്ട് വഴക്കിട്ടത്? നീ നിന്റെ ബന്ധം എന്റെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കുകയാണോ എന്ന് ബോസ് പറയുമ്പോൾ അത് കേട്ട് ദേഷ്യം വന്ന നന്ദിതയാണെങ്കിൽ നിങ്ങൾ എന്നോട് കൂടുതലൊന്നും സംസാരിക്കാതിരിക്കുന്നത് നല്ലത്. എന്റെ കയ്യിൽ വീഡിയോ തെളിവുകൾ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അന്നേ ദിവസം നന്ദിത ബോസിനൊപ്പമായിരുന്നില്ല ഉറങ്ങുവാനായി കിടന്നത്. തന്റെ മകൾക്കടുത്തേക്ക് വന്ന് കിടക്കുകയാണ്. അതേ സമയത്തായിരുന്നു നന്ദിതയ്ക്ക് അതേ നമ്പറിൽ നിന്നും വീണ്ടും ഒരു വീഡിയോ മെസ്സേജ് വരുന്നത്. വീഡിയോ ഓപ്പൺ ആക്കി നോക്കുന്ന സമയത്ത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്തും ബോസ് നീനയെ കാണുവാനായി പോയല്ലോ, ആ വീഡിയോ ആയിരുന്നു അയച്ചിരുന്നത്. അതൊക്കെ കണ്ട് നന്ദിതയ്ക്ക് ഒന്നും സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ ആകെ തകർന്നു പോകുന്നു. അടുത്ത ദിവസം നന്ദിതയ്ക്കടുത്തേക്ക് എത്തുന്ന അനുജന്റെ ഭാര്യ പറയുന്നുണ്ട്, ചേട്ടത്തി ചേട്ടത്തിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു മെസ്സേജിൽ നിന്നും വീഡിയോ വരികയല്ലേ? എൻ്റെ ഒരു ഫ്രണ്ട് സിം കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവനോട് ഈ നമ്പറിന്റെ ഡീറ്റെയിൽസ് എടുത്ത് തരാൻ പറഞ്ഞാലോ എന്ന് ചോദിച്ച് നന്ദിതയും കൂട്ടിക്കൊണ്ട് കൂട്ടുകാരൻ്റെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ നമ്പറിന്റെ ഡീറ്റെയിൽസ് എടുക്കുന്ന സമയത്ത് ദേവ എന്ന ആളിന്റെ പേരാണ് കാണിക്കുന്നത്. നന്ദിതയ്ക്ക് ആദ്യമേ ഒരു സംശയമുണ്ടായിരുന്നു. തന്റെ കൂടെ പഠിച്ച ഏതെങ്കിലും ഫ്രണ്ട്സിൽ ശത്രുക്കളൊക്കെ കാണുമല്ലോ, അവരാരെങ്കിലും ആയിരിക്കുമോ തനിക്കിങ്ങനെ വീഡിയോയും ബൊക്കയും ഒക്കെ അയക്കുന്നെന്ന സംശയമുണ്ടായിരുന്നു. പക്ഷേ ദേവ എന്ന പേരിൽ ഒരു ഫ്രണ്ട്സ് പോലും തനിക്കില്ലായിരുന്നു. ആ ഒരു സംശയമുണ്ടായിരുന്ന നന്ദിത ഉടനെ തന്നെ തന്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് ദേവ എന്ന പേരിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ട് നിങ്ങൾക്കോ ആർക്കെങ്കിലും ഉണ്ടോ എന്നൊക്കെ തിരക്കുന്നുണ്ട്. പക്ഷേ ആർക്കും തന്നെ ആ ഒരു പേരിൽ ഒരു കൂട്ടുകാരും ഇല്ലായിരുന്നു. അവൾക്ക് ആകെ കൺഫ്യൂഷൻ ആവുകയാണ്. വീട്ടിലെത്തുന്ന സമയത്ത് ബോസ് അവിടെ ഇല്ലായിരുന്നു. ബോസ് എവിടെ പോയിന്ന് സഹോദരന്മാരോട് ചോദിക്കുമ്പോൾ റീയൂണിയന് പോയെന്നായിരുന്നു സഹോദരന്മാർ പറഞ്ഞത്. എന്നാൽ ബോസ് പോയത് നീനിയും കൊണ്ട് അവിടുത്തെ എക്സിബിഷൻ കാണുവാൻ വേണ്ടിയിട്ടാണ്. അതേ സമയം തന്നെയായിരുന്നു നന്ദിതയ്ക്ക് വീണ്ടും ഒരു മെസ്സേജ് വരുന്നത്. അതിലും ഒരു വീഡിയോ ആയിരുന്നു. ആ ഒരു വീഡിയോ ഓപ്പൺ ആക്കി നോക്കുകയാണ്. അതേ പ്രൈവറ്റ് നമ്പറിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ബോസും നീനയും കൂടി എക്സിബിഷൻ സ്ഥലത്ത് നിൽക്കുന്നതിന്റെ വീഡിയോ ആയിരുന്നു. ആരോ പിറകിൽ നിന്ന് എടുത്തതായിരുന്നു ആ ഒരു വീഡിയോ. വീഡിയോ കണ്ടതും നന്ദിത ഷോക്കായി പോകുന്നു. ആ ഒരു എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോയി രണ്ടിനെയും കൈയോടെ പൊക്കണമെന്നും നന്ദിത തീരുമാനിക്കുന്നു. അങ്ങനെ അവൾ പോകുവാനായി ഇറങ്ങുന്ന സമയത്തായിരുന്നു വീട്ടുകാരൊക്കെ നീ എവിടേക്ക് പോവുകയാണെന്ന് ചോദിച്ചത്. എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ആകെ ബോറടിക്കുന്നു. അതുകൊണ്ട് അടുത്തൊരു എക്സിബിഷൻ നടക്കുകയാ, ഞാനത് കാണുവാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നായിരുന്നു നന്ദിത പറഞ്ഞതും.
നന്ദിത എക്സിബിഷന് പോവുകയാണെന്ന് കേട്ടതോടുകൂടി വീട്ടുകാരെല്ലാവരും അവൾക്കൊപ്പം പോവുകയാണ്. അങ്ങനെ എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തെത്തി. അപ്പോഴേക്കും ബോസും നീനയും അവിടെ ആകെ എൻജോയ് ചെയ്യുകയായിരുന്നു. മാത്രമല്ല, നീനയ്ക്ക് മൈലാഞ്ചി ഇടുവാൻ വേണ്ടിയിട്ട് ബോസ് നിൽക്കുന്ന സമയം അവിടേക്ക് നന്ദിത എത്തുന്നുണ്ട്. നന്ദിത ബോസിനെ അവിടെ ആകെ അന്വേഷിക്കുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ മൈലാഞ്ചി ഇടുന്ന സ്ഥലത്ത് നിൽക്കുന്ന ബോസിനെ കാണുന്നു. എന്നാൽ ബോസും നന്ദിതയെ കണ്ടതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പെട്ടെന്നൊരു സ്ഥലത്തേക്ക് ഒളിച്ചിരിക്കുകയാ. ബോസ് നിന്ന സ്ഥലത്തേക്ക് നന്ദിതയും എത്തുന്നുണ്ട്. അവിടെ മാകി നന്ദിത നോക്കിയിട്ടും ബോസിനെ കണ്ടതേയില്ല. ബോസ് അവിടെ നിന്ന് മാറിയത് കൊണ്ട് തന്നെ ആരായിരിക്കും ബോസിനൊപ്പം ഉണ്ടായിരുന്ന പെണ്ണെന്ന് നന്ദിതയ്ക്ക് അറിയാൻ കഴിഞ്ഞില്ല. പക്ഷേ നീന അവിടെ ഇരിക്കുന്നുണ്ട്. അതേ സമയമായിരുന്നു തിരികെ പോകാമെന്ന് പറഞ്ഞ് വീട്ടുകാർ നന്ദിതയെ വിളിക്കുന്നതും. നന്ദിത അവിടെ നിന്ന് പോകുന്നു. ഇതെല്ലാം ഒളിച്ചു നിന്ന് കാണുകയായിരുന്നു ബോസ്. ഏകദേശം സമാധാനമായപ്പോൾ ബോസ് പുറത്തേക്ക് വരും. നീനയ്ക്കടുത്തേക്ക് എത്തിയ ബോസ്, ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല. നന്ദിത എന്നെ അന്വേഷിച്ച് ഇവിടെ വന്നു. നമുക്കതുകൊണ്ട് എത്രയും വേഗം പോകാമെന്ന് പറഞ്ഞ് നീനയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അടുത്ത ദിവസം ബോസ് വീട്ടിലേക്ക് എത്തുകയാണ്. ബോസിനെ കണ്ട നന്ദിത, ഇന്നലെ മുഴുവൻ ഏത് പെണ്ണിനോടൊപ്പമാ നിങ്ങൾ കറങ്ങി നടന്നതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അവളതൊക്കെ ചോദിക്കുന്നതെല്ലാം അമ്മായിയമ്മ കേട്ടുകൊണ്ടുവരുന്നു. എന്തിനാ നീ എന്റെ മകനോടൊപ്പം വഴക്ക് കൂടുന്നത്? അവന് നീ മനസ്സമാധാനം കൊടുക്കില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വരുമ്പോൾ, അമ്മ കണ്ടില്ലേ, ഇവൾ വെറുതെ എന്നോട് വഴക്ക് കൂടുകയാണെന്നും ബോസ് പറയുന്നു. അത് കേട്ട് ദേഷ്യം വന്ന നന്ദിത, എന്റെ കയ്യിലിരിക്കുന്ന വീഡിയോ എല്ലാം എടുത്ത് നിങ്ങളുടെ വീട്ടുകാരെ കാണിക്കട്ടെ എന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. അത് കേട്ട് ബോസ് ചെറുതായി ഒന്ന് പേടിക്കും. അപ്പോഴേക്കും അവിടേക്ക് ഇളയ സഹോദരന്റെ ഭാര്യ വന്ന് നന്ദിതയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തതും. റൂമിൽ നിൽക്കുന്ന ബോസിനടുത്തേക്ക് എത്തിയ നന്ദിത, ആരാണ് ആ പെണ്ണ്? അവളുടെ പേരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞൂടെ എന്ന് ചോദിക്കും. അഥവാ നിങ്ങൾ പറഞ്ഞില്ല എങ്കിൽ നമ്മുടെ മകളോട് ഞാൻ ഇതെല്ലാം പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ നീന എന്ന് ബോസ് പറയുന്നു. അതേസമയം നീനയുടെ കോള് വരികയാണ്. നീനയോട് ബോസ് ചൂടാകുന്നു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ വീട്ടിലായിരിക്കുന്ന സമയത്ത് എന്നെ വിളിക്കരുതെന്ന്? ഞാനിപ്പോൾ പൂജ നടത്തുവാനായി പോവുക, ഇവിടെ ഡാൻസും പാട്ടും ഒക്കെ നടക്കുമെന്നും ബോസ് പറയുന്നു. അത് കേട്ട നീനയാണെങ്കിൽ, ആണോ, എങ്കിൽ നിങ്ങൾ ഡാൻസ് കളിക്കുന്നത് കാണാൻ ഞാനും അവിടേക്ക് വരുന്നു എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുകയാണ്. അങ്ങനെ അവർ പൂജയോടനുബന്ധിച്ച ഡാൻസ് കളിക്കുന്നു. ആ ഒരു ഡാൻസിൽ നന്ദിതയും പങ്കെടുക്കുന്നുണ്ട്. നന്ദിതയാണ് മെയിനായിട്ട് നിന്ന് ഡാൻസ് കളിക്കുന്നതും. അതേ സമയം തന്നെയായിരുന്നു അവിടേക്ക് നീന എത്തുന്നത്. നീന അവിടെ വന്ന് നന്ദിതയെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാ. എന്നാൽ ഇത് നന്ദിത കാണുന്നു. ആ വീട്ടിലും പരിസരത്തുമുള്ളവരല്ലാതെ പരിചയമില്ലാത്തൊരു സ്ത്രീ തന്നെ തുറച്ചു നോക്കുന്നത് കണ്ട് ഇവളായിരിക്കും ബോസിന്റെ കാമുകിയെന്നും നന്ദിത ചിന്തിക്കുന്നു. അങ്ങനെ നന്ദിതയാണെങ്കിൽ അവൾക്ക് പിന്നാലെ ചെല്ലുന്ന സമയത്ത് അവൾ അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബോസാണെങ്കിൽ തിരികെ വരികയായിരുന്നു. വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് അച്ഛനെ വിളിക്കുവാനായിട്ട് മകൾ അച്ഛന്റെ അടുത്തേക്ക് ചെന്നു. ബോസിന്റെ കൈ തുറന്ന് നോക്കുന്ന സമയത്താണ് ഐ ലവ് യു എന്ന് എഴുതിയിരുന്നതും മകൾ കാണുന്നത്. അത് മുൻപ് നീന എഴുതി കൊടുത്തതാണ്. പക്ഷേ അത് മാഞ്ഞു പോയില്ല. എന്നാൽ അത് കണ്ട മകളാണെങ്കിൽ എല്ലാവരോടും അത് വിളിച്ചു പറയുന്നു. നന്ദിതയ്ക്കും ഇളയ സഹോദരന്റെ ഭാര്യയ്ക്കും കാര്യം മനസ്സിലായി. എന്നാൽ ബോസ് എല്ലാവരുടെ മുന്നിൽ നാണം കെടാതിരിക്കാനായിട്ട് പറഞ്ഞത് ഇത് നന്ദിത എഴുതിയതാ, അവൾ എഴുതിയത് മായ്ച്ചില്ല എന്നും ബോസ് പറയുന്നു. തന്റെ ഭർത്താവിന്റെ മാനം ബാക്കിയുള്ളവർക്ക് മുന്നിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നന്ദിതയും മനസ്സില്ലാ മനസ്സോടെ അത് സമ്മതിക്കുകയും ചെയ്തു. നന്ദിതയ്ക്ക് ആകെ ദേഷ്യം വരികയാണ്. അതേസമയം തന്നെയായിരുന്നു നന്ദിതയ്ക്ക് അടുത്തൊരു വീഡിയോ കൂടി വരുന്നത്. അത് നീനയുടെയും ബോസിന്റേതുമായിരുന്നു. അതിലും എന്തോ എഴുതിയിട്ടുണ്ട്. അതെല്ലാം വെച്ച് ഇതുവരെ വന്ന 4 വീഡിയോയിലും എന്തോ എഴുതിയിരുന്ന കാര്യം അവൾ ഓർക്കുന്നു. അങ്ങനെ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ആദ്യത്തെ വീഡിയോയിൽ ഹലോ, രണ്ടാമത്തെ വീഡിയോയിൽ റിമെമ്പർ മീ, മൂന്നാമത്തേല് ഐ നീഡ് യു, നാലാമത്തേല് ഐ ലവ് യു. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നന്ദിത ചിന്തിക്കുമ്പോൾ, ഹലോ, എന്നെ ഓർമ്മയുണ്ടോ, എനിക്ക് നിന്നെ ആവശ്യമാണ്, ഐ ലവ് യു എന്നൊക്കെയല്ലായിരുന്നോ? അതുകൊണ്ട് തന്നെ ആരോ തന്നോട് എന്തോ പറയുവാനായി ഉദ്ദേശിക്കുകയാണ്. ഇനി ദേവ തന്നെയാണോ തന്നോട് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായി ശ്രമിക്കുന്നതെന്നും നന്ദിത ചിന്തിക്കുന്നു. പക്ഷേ ഈ ദേവ ആരാണെന്നുള്ള കാര്യവും നന്ദിതയ്ക്ക് അറിയത്തില്ലല്ലോ. അതേസമയം തന്നെയായിരുന്നു വീട്ടിലേക്ക് വന്ന ബോസിനോട് അമ്മ ചോദിക്കുന്നുണ്ട്, മോനെ, സത്യത്തിൽ നീ നിന്റെ ഭാര്യയെ ലോയലായിട്ട് തന്നെയാണോ സ്നേഹിക്കുന്നത്? അതിന് മറുപടിയായിട്ട് ബോസ് പറയുന്നത്, ആദ്യം പോയി മരുമകളോട് ചോദിര് ഈ ദേവ ആരാണെന്ന്. അത് കേട്ട അമ്മായിയമ്മയാണെങ്കിൽ നന്ദിതയ്ക്കടുത്തെത്തിയിട്ട്, ആരാ ഈ ദേവ എന്ന് ചോദിക്കുമ്പോൾ, ഇതാര് പറഞ്ഞതാ, ബോസാണോ? എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മകനോട് പോയി ചോദിക്കേ ഈ നീന ആരെന്ന്. അതും പറഞ്ഞ് നന്ദിത അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോവുകയാണ് ചെയ്തത്. അമ്മായിയമ്മയ്ക്ക് ഇവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതേയില്ല. എന്നാൽ അന്ന് രാത്രി ഉറങ്ങുവാനായി കിടന്ന നന്ദിതയ്ക്ക് ഉറക്കം വന്നതേയില്ലായിരുന്നു. ബോസിന്റെ റൂമിലേക്ക് ചെന്ന സമയത്തായിരുന്നു നീനയുടെ കോൾ ബോസിന്റെ ഫോണിലേക്ക് വരുന്നതും. ഉടനെ തന്നെ നന്ദിത ആ കോൾ എടുക്കുകയാണ്. എന്താ ഇത്രയും നേരമായിട്ടും ഉറങ്ങിയില്ലേ എന്ന് നീന ചോദിക്കുമ്പോൾ എന്ത് പറയണമെന്നറിയാതെ നന്ദിത ചെറുതായി ഒന്ന് മൂളുന്നു. നന്ദിത മൂളിയതിൽ നിന്നും അത് നന്ദിതയാണെന്നുള്ള കാര്യം നീന കണ്ടുപിടിച്ചിരുന്നു. നന്ദിത, ഇത് നീയാണോന്ന് ചോദിക്കുമ്പോൾ
അതേ സമയമായിരുന്നു ബോസ് ഉണർന്നത്. നന്ദിതയുടെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങിയിട്ട് എന്റെ അനുവാദമില്ലാതെ എന്റെ ഫോൺ എടുക്കുന്നതെന്ന് ചോദിച്ച് നന്ദിതയെ ഒരുപാട് വഴക്ക് പറയുന്നു. അടുത്ത ദിവസം നീനയെ കാണുവാനായി എത്തിയ ബോസ് എന്തിനാണ് പൂജ നടന്നപ്പോൾ നീ എന്റെ വീട്ടിലേക്ക് വന്നതെന്ന് ചോദിച്ച് നീനയെ ഒരുപാട് വഴക്ക് പറയുന്നു. അത് കേട്ട് നീനയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് പറയും, നിങ്ങളുടെ ഭാര്യ നന്ദിത എന്ത് സുന്ദരിയാ, അവളെ കണ്ടതും അവളെ പ്രണയിച്ചാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നി. നിങ്ങളെ കളഞ്ഞിട്ട് അവളെ പ്രണയിച്ചാലോ എന്നൊക്കെ നീന ചോദിക്കുന്നു. അത് കേട്ട് ബോസ് ചോദിക്കുന്നത്, പെണ്ണും പെണ്ണും പ്രണയിക്കാനോ, അതൊക്കെ എങ്ങനെ ശരിയാകുമെന്ന് ചോദിക്കുമ്പോൾ ഞാനതൊക്കെ വെറുതെ പറഞ്ഞതാണെന്ന് പറഞ്ഞ് നീന ബോസിനെ കെട്ടിപ്പിടിക്കുന്നു. സത്യത്തിൽ അവിടെ ഒരു രഹസ്യം ഒളിഞ്ഞിരിക്കുകയാണ്. അതെന്താണെന്ന് വഴിയെ മനസ്സിലാകും. അതേ സമയമായിരുന്നു നീന നന്ദിതയെ പോലെ വേഷമൊക്കെ ഇട്ട് ഒരു കല്യാണ പെണ്ണിനെ പോലെ ഒരുങ്ങി വരുന്നത്. ഒരു ദിവസമെങ്കിലും എനിക്ക് നിങ്ങളുടെ ഭാര്യയെ ജീവിക്കണമെന്ന് പറഞ്ഞാണ് നന്ദിതയെ പോലെ ഒരുങ്ങി നീന എത്തിയിരിക്കുന്നത്. അവരവിടെ വെച്ച് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നു. അങ്ങനെ ആ ഒരു വീഡിയോ നന്ദിതയ്ക്ക് കിട്ടുകയാണ്. നന്ദിതയ്ക്ക് ആകെ ദേഷ്യമാകും. അതേ സമയം തന്നെയായിരുന്നു അനുജന്റെ ഭാര്യ അവിടേക്ക് വരുന്നത്. ചേട്ടത്തി ചേട്ടത്തി ഹായ് എന്നൊരു മെസ്സേജ് അങ്ങോട്ട് അയച്ചു നോക്ക്, ആരാ ഈ വീഡിയോ കഴിക്കുന്നതെന്നും ചോദിച്ചു നോക്കുവാനായിട്ടും അനുജത്തി പറയുന്നു. അതനുസരിച്ച് നന്ദിത മെസ്സേജ് അയക്കുകയാണ്. നാളെ 7 മണിക്ക് പബ്ബിൽ വെച്ച് കാണാമെന്നും റിപ്ലൈ വരുന്നു. നാളെ 7 മണിക്ക് എങ്ങനെ പോകും, ഇവിടെ പൂജ നടക്കുകയല്ലേ എന്ന് അനുജിത്ത് ചോദിക്കുമ്പോൾ നോക്കട്ടെ, എന്തെങ്കിലും ചെയ്യാമെന്നും നന്ദിത പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം പൂജ നടക്കുകയാണ്. 7 മണിയാകാറായപ്പോൾ എനിക്ക് വയറുവേദന എടുക്കുന്നു, ഞാൻ ഘോഷയാത്രയ്ക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നന്ദിത നേരെ കള്ളം പറഞ്ഞു പോകുന്നത് പബ്ബിലേക്കായിരുന്നു. അവിടെ വെച്ച് നന്ദിത കാണുന്നത് മറ്റാരെയുമല്ല, നീനയെ തന്നെയാണ്. അതും നന്ദിതയെ പോലെ ഒരു കല്യാണ പെണ്ണിനെ പോലെ ഒരുങ്ങിയിരിക്കുന്ന നീനയെ. അത് കണ്ടതും ഇവർ രണ്ടുപേരും തമ്മിൽ കല്യാണമൊക്കെ കഴിഞ്ഞോ, ഇവളല്ലേ ബോസിന്റെ കാമുകി എന്നൊക്കെ നന്ദിത ചിന്തിക്കുന്നു. അവൾക്കടുത്തേക്ക് ചെല്ലുവാനായി പോകുന്ന സമയമായിരുന്നു നീന അവിടെ നിന്ന് പോയത്. അതേസമയം നന്ദിതയെ ഫോളോ ചെയ്ത് ബോസും എത്തുന്നുണ്ട്. നീ നിന്റെ കാമുകനെ കാണാൻ വേണ്ടിയിട്ടല്ലേടി ഇവിടേക്ക് വന്നത്, അതും കള്ളം പറഞ്ഞെന്ന് ബോസ് ചോദിക്കുമ്പോൾ എന്റെ കാമുകനെ കാണാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ കാമുകിയായ നീനയെ കാണുവാൻ വേണ്ടിയിട്ടെന്നും നന്ദിത പറയുന്നു. ബോസാണെങ്കിൽ ആകെ ഞെട്ടിപ്പോവുകയാണ്. അതേസമയം തന്നെയായിരുന്നു ബോസ് അവിടെ നിന്ന് നേരെ നീനയുടെ വീട്ടിലേക്ക് ചെല്ലുന്നത്. നീ എന്റെ വൈഫിനെ കാണുവാൻ വേണ്ടിയിട്ട് പബ്ബിലേക്ക് വന്നിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഞാനോ, ഞാൻ വന്നിട്ടൊന്നുമില്ല, ദേ നോക്ക് ഇവിടെ എന്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ഇവരെ കളഞ്ഞിട്ട് ഞാൻ പബ്ബിലേക്ക് പോകുമോ എന്നും നീന ചോദിക്കുന്നു. നീന പറയുന്നത് കേട്ട് തന്റെ ഭാര്യ കള്ളം പറഞ്ഞതാണെന്നും അവൾ അവളുടെ കാമുകനെ കാണാൻ വേണ്ടിയിട്ടാണ് പബ്ബിൽ പോയതെന്നും ബോസ് കരുതും. നന്ദിതയെ ഡിവോഴ്സ് ചെയ്തിട്ട് എത്രയും വേഗം എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാണ് നീന ബോസിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. നന്ദിതയുമായിട്ട് ആ ഒരു ബന്ധമേ ഉപേക്ഷിക്കണമെന്ന മട്ടിലാണ് ബോസും തന്റെ വീട്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ റൂമിലേക്ക് എത്തി നന്ദിതയും ബോസും തമ്മിൽ വലിയ വഴക്കാകുന്നു. നന്ദിതയ്ക്ക് കള്ളകാമുകനുണ്ട് എന്ന് പറഞ്ഞാണ് ബോസ് അവളോട് വഴക്ക് കൂടുന്നതും. എന്നാൽ നന്ദിതയ്ക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. നന്ദിതയും തിരികെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു. അവസാനം രണ്ടുപേരും ഡിവോഴ്സ് ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ്. ഇന്നൊരു ദിവസം ഞാൻ ഇവിടെ തങ്ങും, നാളെ രാവിലെ ഞാൻ ഇവിടുന്ന് പോകാം, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിവോഴ്സ് നൽകാമെന്നും നന്ദിത പറയുന്നു. ബോസ് ഈ ഒരു സന്തോഷം നീനയെ വിളിച്ചറിയിക്കുകയാണ്. നീനയ്ക്കും ഒരുപാട് സന്തോഷമായി. ഈ ഒരു നിമിഷത്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നതെന്നും നീന കരഞ്ഞുകൊണ്ട് പറയുന്നു. എത്രയും പെട്ടെന്ന് തന്നെ നിന്നെ വിവാഹം കഴിച്ച് ഞാൻ ഇവിടേക്ക് കൊണ്ടുവരും, എനിക്ക് ഫ്രീഡം കിട്ടുവാൻ പോവുകയാണെന്നും ബോസ് പറയുന്നു. അങ്ങനെ സന്തോഷത്തോടു കൂടി നീന തന്റെ ബെഡൊക്കെ റോസാപ്പൂക്കൾ കൊണ്ട് അലങ്കരിക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ തന്നെ പോകുവാനായി ഇറങ്ങുകയായിരുന്നു നന്ദിത. തന്റെ 2 മക്കൾക്കും അടുത്തെത്തി അമ്മ പോയി ഒരു ജോലിയൊക്കെ റെഡിയാക്കിയിട്ട് നിങ്ങളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാമെന്നും പറയുന്നു. അതേസമയമായിരുന്നു ബോസും അമ്മായിയമ്മയും അവിടേക്ക് എത്തുന്നത്. നിനക്ക് അത്രയും ധൈര്യമുണ്ടോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ, ഇന്നലെ ചെറിയൊരു പ്രശ്നമുണ്ടായി എന്ന് പറഞ്ഞ് നീ ഇവിടെ നിന്ന് പോവുകയാണോ, നീ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിന്റെ മക്കളെ നിനക്ക് കാണാൻ കഴിയില്ല, അവർ ഞങ്ങൾക്കൊപ്പം തന്നെയായിരിക്കും, ഇവിടെ നിന്ന് പോയാൽ ഇനി ഒരിക്കലും നീ ഇവിടേക്ക് തിരിച്ചു കയറരുതെന്നും അമ്മായിയമ്മയും ബോസും പറയുന്നു. എന്നാൽ അത് കേട്ട് നന്ദിതയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നു. എന്റെ മക്കളെ കൊണ്ടുപോകാൻ എനിക്ക് അവകാശമില്ലെന്ന് പറയാൻ നിങ്ങൾ ആരാന്നൊക്കെ പറഞ്ഞ് നന്ദിതയും തിരികെ വഴക്ക് കൂടുകയാണ്. അതിനുശേഷം തന്റെ ബാഗും എടുത്ത് നന്ദിത അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പോകുന്ന സമയത്ത് അവളെ ഫോളോ ചെയ്ത് ഒരു വെള്ള കാറും ഉണ്ടായിരുന്നു. എന്നാൽ സങ്കടത്തോടെ അവൾ നടന്നു പോകുന്ന സമയത്ത് ഒരു ചുമന്ന കാറ് വന്ന് അവളെ ഇടിച്ചിടുകയും ചെയ്യുന്നു. അതോടുകൂടി നന്ദിതയുടെ ബോധം പോവുകയാണ്. എന്നാൽ ആ വെള്ള കാറിൽ നിന്നും ഒരാൾ ഇറങ്ങി വരുന്നുണ്ട്. അത് മറ്റാരുമല്ല, നീന തന്നെയായിരുന്നു. കരഞ്ഞുകൊണ്ട് നീന എങ്ങനെയെങ്കിലും നന്ദിതയെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവളെയും എടുത്ത് തന്റെ കാറിലിട്ട് നേരെ പോകുന്നത് നീനയുടെ വീട്ടിലേക്കായിരുന്നു. എന്നാൽ മറ്റൊരു വശത്ത് നന്ദിത പോയപ്പോൾ തന്റെ ഫോൺ എടുക്കുവാനായി മറന്നിരുന്നു. അനുജന്റെ ഭാര്യ ആ ഫോൺ എടുത്ത് ബോസിനെ ഏൽപ്പിക്കുകയാണ്. ഫോൺ പരിശോധിച്ചതിൽ നിന്നും ഒരു വീഡിയോ മാത്രമല്ല, പലതവണയായിട്ടും നീനെ ബോസ് കാണുന്ന സമയത്തുള്ള എല്ലാ വീഡിയോയും നന്ദിതയ്ക്ക് കിട്ടിയിരുന്നു എന്നുള്ള കാര്യവും ബോസിന് മനസ്സിലായി. എന്നാൽ മറ്റൊരു വശത്ത് നീന നന്ദിതയെ തന്റെ വീട്ടിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. തന്റെ കട്ടിലിൽ നന്ദിതയെ കിടത്തിയതിനു ശേഷം അവളോട് സന്തോഷത്തോടു കൂടിയും സങ്കടത്തോടു കൂടിയും എന്തൊക്കെയോ നീന സംസാരിക്കുക. അപ്പോഴാണ് ഇവർ തമ്മിൽ എന്താണ് ബന്ധമെന്നുള്ളത്
ഒരു ഫ്ലാഷ് ബാക്ക് വഴി കാണിക്കുന്നത്. പഠിക്കുന്ന സമയത്ത് നീനയും നന്ദിതയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. നന്ദിത വന്നില്ലെങ്കിൽ ക്ലാസ്സിൽ നീന വരില്ല, നീന ഇല്ലെങ്കിൽ ക്ലാസ്സിൽ നന്ദിതയും വരില്ല. അവരത്രയ്ക്കും അറ്റാച്ച്മെന്റ് ഉള്ളവരായിരുന്നു. എന്നാൽ അവരുടെ പെരുമാറ്റമൊക്കെ സ്കൂളിലുള്ളവർ എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും പരസ്പരം പിരിഞ്ഞിരിക്കാൻ കഴിയില്ല എന്ന രീതിയിലുള്ള ഒരു ഫീലിങ്സ് ആയിരുന്നു. ആ ഒരു ഫീലിങ്സ് സൗഹൃദത്തിനപ്പുറം മറ്റെന്തോ ആയിരുന്നു എന്നുള്ള കാര്യവും ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഈ ഒരു കാര്യം സ്കൂളിലുള്ള സാറന്മാരാണെങ്കിൽ നീനയുടെ അച്ഛനെ അറിയിച്ചു. എന്നാൽ ഇങ്ങനെ പോയാൽ ശരിയാകില്ല എന്ന് ചിന്തിച്ച നീനയുടെ അച്ഛനാണെങ്കിൽ അവളെ സ്കൂള് മാറ്റുകയാണ്. പോകുന്നതിന് മുൻപ് നന്ദിതയോട് സംസാരിക്കാൻ എത്തിയ നീനയാണെങ്കിലോ, ഒരിക്കൽ ഞാൻ നിന്നെ തേടി വരുമെന്ന് വാക്ക് കൊടുത്തതിന് ശേഷമാണ് നീന അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നീന നന്ദിതയെ അന്വേഷിച്ചെത്തിയപ്പോഴാണ് നന്ദിതയുടെ വിവാഹം കഴിഞ്ഞു, അവൾക്ക് 2 മക്കളുമുണ്ടെന്നുള്ള കാര്യം നീന അറിയുന്നത്. നന്ദിതയോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാമെന്ന് നീന കരുതിയാൽ അതൊരിക്കലും നടക്കത്തില്ല. അതുകൊണ്ടാണ് നീന നന്ദിതയുടെ ഹസ്ബൻഡിനെ വളച്ചെടുത്ത് അവരുടെ വീഡിയോ ഒക്കെ നന്ദിതയ്ക്ക് അയച്ചു കൊടുത്ത് രണ്ടുപേരെയും എങ്ങനെയെങ്കിലും പിരിക്കണമെന്ന് തീരുമാനിച്ചത്. അവൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നു. അങ്ങനെ നന്ദിതയോട് നീന എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ്. നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ തിരികെ വന്നതെന്നും നിനക്ക് എന്നെ മനസ്സിലായോ എന്നൊക്കെ ചോദിച്ച് നീന എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കുന്നു. നന്ദിതയ്ക്കും എന്ത് പറയണമെന്നറിയാതെ ഞെട്ടിയിരിക്കുകയാണ്. അതേ സമയത്തായിരുന്നു ആരോ കോളിംഗ് ബെൽ അടിച്ചത്. നീന ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ബോസിനെയാണ്. ബോസിനിപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. നീനയും നന്ദിതയും തമ്മിലുള്ള ബന്ധമെന്തെന്നും എന്തുകൊണ്ടായിരിക്കാം ഇടയ്ക്കിടയ്ക്ക് നന്ദിതയെ കാണുമ്പോൾ തനിക്ക് വേറൊരു ഫീലിങ്സ് ആണ് വരുന്നതെന്ന് നീന പറഞ്ഞതെല്ലാം ബോസ് ഓർക്കുന്നുണ്ടായിരുന്നു. ബോസിന് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി. ഞാൻ എന്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടു പോകുവാനാണ് എത്തിയിരിക്കുന്നതെന്ന് ബോസ് പറയും. എന്നാൽ നീന പറയുന്നത് നിന്റെ ഭാര്യയോ, അവളെ ഞാൻ വിട്ടുതരില്ല എന്നും നീന പറയുന്നു. പിന്നീട് എന്തായി, ഇവർക്ക് 3 പേർക്കുമിടയിൽ എന്തൊക്കെ സംഭവിച്ചു എന്നത് 2ാം ഭാഗത്തിലാണുള്ളത്. 2ാം ഭാഗത്തിന്റെ കഥ കൂടി എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുതേ. എങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.